ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പവിത്രം സീരിയൽ മെയ് 18-ാം തീയതി സീസൺ 2 ആരംഭിക്കും എന്ന പ്രതീക്ഷയിൽ പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ ഏഷ്യാനെറ്റ് അത് മെയ് 25-ാം തീയതിയിലേക്ക് മാറ്റി എന്നൊരു വാർത്ത പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വാർത്ത തന്നെ പ്രേക്ഷകരെ ആകെ നിരാശപ്പെടുത്തിയതായിരുന്നു. ഇനിയും ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും സീസൺ 2 ആരംഭിക്കാൻ എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. എന്നാലിതാ ഇപ്പോൾ ഇനി വീണ്ടും പവിത്രം സീസൺ 2 വൈകും, ഉടൻ വരുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വരും, എപ്പോൾ തുടങ്ങും എന്നുള്ളതിനെക്കുറിച്ചൊന്നും പ്രേക്ഷകർക്ക് അറിയില്ല. ഏഷ്യാനെറ്റ് അത്തരത്തിലുള്ള ഒരു വാർത്തയൊന്നും പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പവിത്രത്തിൻ്റെ ഒരു സമയത്ത് രാത്രി 9 മണിക്ക് ജൂൺ 1-ാം തീയതി മുതൽ ഇവർ വിവാഹിതരായി എന്നൊരു സീരിയലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 1-ാം തീയതി പവിത്രം സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമോ എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കില്ല. എന്തു തന്നെ ആയാലും ജൂൺ 1-ാം തീയതിയെങ്കിലും പവിത്രം സീരിയൽ ആരംഭിച്ചാൽ മതിയായിരുന്നു എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അങ്ങനെ പവിത്രം സീസൺ 2-ൽ ഇനി വരാൻ പോകുന്നത് വേദ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ അവൾ ഒരു കൂട്ടുകാരുടെ സഹായത്തോടെയാണ് അവൾ നാട് വിട്ടു പോകുന്നത്. അവിടെ അവൾക്ക് ആ കൂട്ടുകാരിയാണ് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അവൾ ഫ്രണ്ട് ജോലിയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. വേദ അവിടെ പുതിയ ജോലിക്കൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. വിക്രം ജയിലിലായതുകൊണ്ട് തന്നെ ഇനി വേദ ഒരു 6 വർഷത്തോളം നാട്ടിലേക്ക് തിരിച്ചു വരാതെ അവിടെ തന്നെ താമസിക്കുകയാണ്. എല്ലാവരിൽ നിന്നും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്നെ അവിടെ താമസിക്കുകയാണ്. അതിനിടയിൽ വേദയുടെ പ്രസവവും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് തന്നെ കഴിയുന്നുണ്ട്. ശ്രീകാന്തിന് പോലും വേദ എവിടെയെന്നോ വീട്ടുകാർക്കോ ആർക്കും ഒരു അറിവുമില്ല. വിക്രം ജയിലിലായതുകൊണ്ട് തന്നെയാണ് വേദ ഇങ്ങനെ മാറി നിൽക്കുന്നത്. ശ്രീകാന്ത് എത്ര അന്വേഷിച്ചിട്ടും വേദയെ കണ്ടെത്താനാവുന്നില്ല. വിക്രം ഉണ്ടെങ്കിൽ വേദയ്ക്കൊരു ധൈര്യമാണ്. പ്രത്യേകിച്ച് വേദ ഇത്തരം ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ശ്രീകാന്തുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു ധൈര്യവും കാര്യമൊന്നും വേദയ്ക്ക് വരുന്നില്ല. മാത്രമല്ല, ശ്രീകാന്തിൽ നിന്നും വിക്രത്തിൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം, എന്നിട്ട് കുഞ്ഞിനെ വളർത്തണം എന്നൊരൊറ്റ ലക്ഷ്യമാണ് വേദയ്ക്ക് ഉള്ളത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വേദ തിരികെ വരുന്നുണ്ടെങ്കിലും വിക്രത്തിൻ്റെ കുഞ്ഞാണ് അത് എന്നുള്ള സത്യം വേദ ആരുടെ അടുത്തും പറയുന്നില്ല. വേദ മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് തമിഴിൽ കാണിക്കുന്നത്. പക്ഷെ വേദ പറയാതെ തന്നെ വിക്രത്തിന് അത് തൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം തിരിച്ചറിയാണ്. കാരണം വേദ പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കും നാട് വിട്ടു പോയത്. ആ ഒരു വേദ തിരിച്ചു വരുന്ന ആ കാലവും കുട്ടിയുടെ വയസ്സും ഇതൊക്കെ വെച്ചിട്ട് വിക്രത്തിന് ഏകദേശം മനസ്സിലാവുകയാണ് അത് തൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം. അങ്ങനെ കുഞ്ഞുമായിട്ട് വിക്രം നല്ല കൂട്ടാവാണ്. വിക്രത്തിന് അറിയാം അത് തൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം, പക്ഷേ കുഞ്ഞിനറിയില്ല. എന്നാലും വിക്രമായിട്ട് നല്ല കൂട്ടാവാണ് കുഞ്ഞ്. തമിഴിൽ കാണിക്കുന്നത് വേദയെ കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേദ ഹോസ്പിറ്റലിലാവുന്നുണ്ട്. ആ സമയത്ത് വേദ ഇനി താൻ രക്ഷപ്പെടില്ല എന്ന് ഓർത്തിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് സത്യം പറയുന്നുണ്ട്. ഞാൻ മരിച്ചു പോയാലും നീ ഒറ്റപ്പെടില്ല, ഇതാണ് നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കഥ കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം വേദയും വിക്രവും ഇവർ തമ്മിലുള്ള ഒരു സുരഭിയും ശ്രീകാന്തും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, സീസൺ 1-നേക്കാളും ഒരുപാട് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിലാണ് സീസൺ 2 കടന്നു വരുന്നത്. കഥ കേട്ട സമയത്ത് ഞങ്ങൾക്ക് തന്നെ അത്രയും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരായ നിങ്ങൾ എന്തായാലും ഈ ഒരു കഥ ഏറ്റെടുക്കും. സീസൺ 1-നേക്കാളും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിലാണ് സീസൺ 2-ൻ്റെ കഥ കടന്നു വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് ഇനി സീസൺ 2-ലെ കഥ കടന്നു വരുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏഷ്യാനെറ്റ് പുറത്തു വിട്ടതനുസരിച്ച് ഇതിലെ നായകനും നായികയും വിക്രവും വേദ തന്നെയാണ്. അവരിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസമായിട്ടുള്ളൊരു കാര്യം. സീസൺ 2 വരുന്ന സമയത്ത് വേദ മാറുന്നു, നായിക വേറെ ആകുന്നു എന്നുള്ള ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വേദയും വിക്രത്തിനെയും തന്നെ നമുക്കധികം വൈകാതെ സ്ക്രീനിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.